ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പ്രധാന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. ലൈറ്റ് വേവ്സ് ഒരു തടസ്സത്തിലോ ഇടുങ്ങിയ ദ്വാരത്തിലോ തട്ടുമ്പോൾ ലൈറ്റ് വേവ്സ് ആ തടസ്സത്തിന്റെയോ ദ്വാരത്തിന്റെയോ അരികിലൂടെ വളഞ്ഞ് വ്യാപിക്കുന്നതിനെയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സൗണ്ട് വേവ്സ്, വാട്ടർ വേവ്സ്, ലൈറ്റ് പോലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇവയെല്ലാം ഡിഫ്രാക്ഷൻ എന്ന പ്രതിഭാസം കാണിക്കും. ലൈറ്റ് വേവ്സിന്റെ വേവ് ലെങ്ത്തിന് സമാനമായ ലെങ്ത്തുള്ള ഒരു വിടവിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റ് വേവ്സ് തടസ്സത്തിന്റെ അതിരുകളിൽ തട്ടി വളയുന്ന പ്രതിഭാസത്തെയാണ് ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ പ്രകാരം ഒരു വേവ് ഫ്രണ്ടിലെ എല്ലാ പോയിന്റും സെക്കൻഡറി വേവ്സിനുള്ള സോഴ്സായി പ്രവർത്തിക്കുന്നു. ഓപ്പണിങ്ങിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഈ വേവ്സ് ഇന്റർഫിയർ ചെയ്യുകയും ശേഷം സ്ക്രീനിൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ലൈറ്റ് വേവിനെ പോലെ ബിഹേവ് ചെയ്യുമെന്നാണ് ഈ പാറ്റേൺ കാണിക്കുന്നത്. ലൈറ്റ് വേവ്സ് ചില പോയിന്റുകളിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടും മറ്റ് ചില പോയിന്റുകളിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുമായിരിക്കും ഇന്റർഫിയർ ചെയ്യുന്നത്. ഒരു വേവിന്റെ ക്രസ്റ്റ് മറ്റേ വേവിന്റെ ക്രസ്റ്റുമായിട്ടാണ് കൂടിച്ചേരുന്നതെങ്കിൽ, അതായത് രണ്ട് വേവ്സും ഇൻ ഫേസിലാണെങ്കിൽ അവിടെ നടക്കുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആയിരിക്കും. ഇത് ഒരു ലാർജർ വേവ് ഉണ്ടാവാൻ കാരണമാവുന്നു. ഇത് കാരണത്താലാണ് സ്ക്രീനിൽ ബ്രൈറ്റ് സ്പോട്ട് ലഭിക്കുന്നത്. എന്നാൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കുമ്പോൾ രണ്ട് വേവുകളും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും വരുന്നത്. ഇത് ഡാർക്ക് സ്പോട്ട് ഫോം ചെയ്യാൻ കാരണമാവുന്നു. ഡിഫ്രാക്ഷൻ, ഫ്രെനൽ ഡിഫ്രാക്ഷൻ, ഫ്രൗൺഹോഫർ ഡിഫ്രാക്ഷൻ ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. ലൈറ്റ് സോഴ്സും സ്ക്രീനും ഒരുപാട് ദൂരത്തിലല്ലാതെ അടുത്ത ദൂരങ്ങളിലായിരിക്കുമ്പോഴാണ് ഫ്രെനൽ ഡിഫ്രാക്ഷൻ ദൃശ്യമാവുന്നത്. എന്നാൽ ലൈറ്റ് സോഴ്സും സ്ക്രീനും ഒബ്സ്റ്റക്കിളിൽ നിന്നും വളരെ ദൂരെ ആയിരിക്കുമ്പോഴാണ് ഫ്രൗൺഹോഫർ ഡിഫ്രാക്ഷൻ നടക്കുന്നത്.